പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ ഹീലിംഗ് സ്പെക്ട്ര ആശുപത്രിയുടെ സഹകരണത്തോടെ അസ്ഥിരോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇരുവ ചെമ്പകപ്പള്ളി ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ കൗൺസിലർ അസീം നാസർ ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ ഹീലിംഗ് സ്പെക്ട്ര ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടുകൂടി കായംകുളത്ത് അസ്ഥിരോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ ക്യാമ്പിനെ സംഘടിപ്പിച്ച ഗാന്ധിഭവൻ സ്നേഹവേദി ഗാന്ധിഭവൻ പത്തനാപുരത്തിൻ്റെ ഒരു സഹോദര സ്ഥാപനം കൂടിയാണ് ഗാന്ധിഭവൻ സ്നേഹവേദി. ആ സ്നേഹവേദിയുടെ ഡയറക്ടറാണ് മിസ്റ്റർ ഷമീർ, എൻ്റെ സഹോദരനാണ്. ഷമീറിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കായംകുളം മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് നടക്കാറുണ്ട്. ഇത്തവണ നമ്മുടെ എൻ്റെ നാടിലെ ചെമ്പകപ്പള്ളി മദ്രസ കേന്ദ്രീകരിച്ച് അവിടുത്തെ അംഗങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ ക്യാമ്പ് ഇവിടെ നടക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ടവരും അതുപോലെ നിരാലംബരുമായി ഇനി ജീവിതം മുന്നോട്ട് പോകാൻ മറ്റ് മാർഗങ്ങളില്ലാതെ വരുമ്പോൾ അവരെ സംരക്ഷിച്ചു വരുന്ന പ്രവർത്തനത്തോടൊപ്പം ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി വിവിധ പദ്ധതികൾ ഗാന്ധിഭവൻ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഒരു സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, അസ്ഥിരോഗം ഇന്ന് ചെറുപ്പക്കാരിലും അധികമായി കണ്ടുവരികയാണ്. എല്ലാവരും ചോദിക്കുന്ന സ്ഥിരമായിട്ടുള്ളൊരു ചോദ്യമാണ് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഗുളികകൾ, കാൽസ്യം, വൈറ്റമിൻ ഡി പോലെയുള്ള ഗുളികകളൊക്കെ എപ്പോൾ കഴിക്കാനുള്ളത്, അതേപോലെ 3 നേരം കഴിക്കുന്ന ഹൃദയപരമായിട്ടുള്ള ചില ഗുളികകൾ. ഇതിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാരത്തിന് ശേഷം തന്നെയാണ് നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം അത് കഴിക്കേണ്ടത്. പിന്നെ കാർഡിയോളജിയുടെ ഹൃദയപരമായിട്ടുള്ള ഗുളിക കഴിക്കുന്നത് ആ ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരമായിരിക്കുക. എത്ര വലിയ സമ്പത്തുണ്ടായിരുന്നാലും എത്ര വലിയ ധനാഷ്ഠ്യനായിരുന്നാൽ തന്നെയും ആരോഗ്യം തൃപ്തികരമല്ലെങ്കിൽ അതുകൊണ്ട് അവൻ ആഹാരം കഴിക്കാൻ പറ്റുകയില്ല, അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കാൻ പറ്റുകയില്ല. അപ്പം യഥാർത്ഥത്തിൽ ആരോഗ്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് നിലനിർത്തുക അതാണ് നമുക്ക് മർമ്മപ്രധാനമായ ലക്ഷ്യം. എരുവ ചെമ്പകപ്പള്ളി ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പിൽ പ്രമുഖ ഓർത്തോ സർജൻ ഡോക്ടർ മുഹമ്മദ് അഷ്റഫാണ് നേതൃത്വം നൽകിയത്. എരുവ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി മുഹമ്മദ് ജിഫ്രി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സ്വാഗതം പറഞ്ഞു. നഗരസഭാ കൗൺസിലർ അസീം നാസർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ വള്ളിയിൽ റസാഖ്, സുഹാന അൻഷാദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ജമാഅത്ത് പ്രസിഡന്റ് KJ അബ്ദുൽ ഹക്കീം, മുൻ കൗൺസിലർ അൻഷാദ് വാഹിദ്, സക്കീർ ഹുസൈൻ, നാസർ പുല്ലോളങ്ങര എന്നിവർ സംസാരിച്ചു. യൂറിക് ആസിഡ്, വൈറ്റമിൻ ഡി തുടങ്ങിയ രക്തപരിശോധനകളും ക്യാമ്പിൽ സൗജന്യമായി നടത്തി. നിരവധി പേർ ക്യാമ്പിന്റെ സൗകര്യം പ്രയോജനപ്പെടുത്തി. CDNet ന്യൂസ്, കായംകുളം.